മുന്നറിയിപ്പില്ലാതെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കി. നൂറുകണക്കിന് യാത്രക്കാരാണ് കണ്ണൂർ, നെടുമ്പാശ്ശേരി, തിരുവനന്തപുരം, കരിപ്പൂർ വിമാനത്താവളങ്ങളിൽ യാത്ര ചെയ്യാനാകാതെ വലഞ്ഞത്. ക്യാബിൻ ക്രൂ അംഗങ്ങളുടെ മിന്നൽ പണിമുടക്കാണ് വിമാനങ്ങൾ റദ്ദാക്കാൻ കാരണം. കണ്ണൂരിൽ നിന്ന് അബുദാബി, ഷാർജ, മസ്കറ്റ് എന്നിവിടങ്ങളിലേക്കായി പോകേണ്ട 3 വിമാനങ്ങളുടെ സർവീസാണ് ആദ്യം റദ്ദാക്കിയത്. നെടുമ്പാശ്ശേരിയിൽ 4 ഇന്റർനാഷണൽ വിമാന സർവീസുകളും 1 ഡൊമസ്റ്റിക് സർവീസും റദ്ദാക്കി. ഇതിനു പുറമെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ട 6 എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ കൂടി റദ്ദാക്കി. കരിപ്പൂരിൽ നിന്ന് ദുബായ്, ജിദ്ദ, ദോഹ, ബഹ്റിൻ, കുവൈറ്റ്, റാസൽ ഖൈമ എന്നിവിടങ്ങളിലേക്കുള്ള 12 വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. വിമാന സർവീസുകൾ റദ്ദാക്കിയ വിവരം അറിഞ്ഞതോടെ യാത്രക്കാർ വിമാനത്താവളത്തിൽ പ്രതിഷേധിച്ചു. അവരൊന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ അടുത്ത്. അവിടേക്ക് പോകാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഫുൾ ക്രൗഡഡ് ആയിരുന്നു. ഇത്ര നേരം ഒരു 7:30 കഴിഞ്ഞപ്പോഴാണ് നമുക്ക് റിസൾട്ട് അറിയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് അടുത്ത ഫ്ലൈറ്റ് എടുത്തോ എന്നുള്ളതാണ് അവർ പറയുന്നത്. റീഫണ്ടിങ്ങിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പറയുന്നത് ഓട്ടോമാറ്റിക് ക്യാൻസലേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ്പോൺ ചെയ്ത് തരാമെന്ന്. പോസ്റ്റ്പോൺ ചെയ്ത് തരുന്നത് ഇനി 11-ാം തീയതിക്ക് ശേഷമാണ്. എനിക്ക് നാളെ അവിടെ എത്തേണ്ടത് എമർജൻസിയാണ്. സോ ഞാൻ നെക്സ്റ്റ് ഫ്ലൈറ്റ് എടുത്തു. ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു എല്ലാവരും. ഭയങ്കര ഒച്ചപ്പാടും വേളൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ തന്നെ പറ്റിയിട്ടില്ല. ഞാൻ പുറത്തായിരുന്നു നിൽക്കണമായിരുന്നു. എനിക്ക് അങ്ങനെ കടക്കാൻ തന്നെ പറ്റിയില്ല. പിന്നെ ഒരു സ്റ്റാഫ് വന്നപ്പോൾ ഞാൻ സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നത്. അത്രയും പോലും ആ കൗണ്ടറിൽ നിന്ന് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല. വീണ്ടും ഞാൻ പോയി ചോദിച്ചപ്പോൾ ആ കൗണ്ടറിൽ എനിക്ക് ഭയങ്കര നമ്മളേതാണ്ട് വലിയ തെറ്റ് ചെയ്ത പോലത്തെ ഒരു ഇതാണ് കാണിച്ചത്. ഞാൻ അടുത്ത ഫ്ലൈറ്റ് എടുത്ത് ഞാൻ പോകും. എയർ ഇന്ത്യയുടെ ആളാണെന്ന് അറിയില്ല. അവിടെ ഓഫീസിൽ ഒരു 3-4 സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് ഞാൻ ലാസ്റ്റ് പോയപ്പോൾ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ചെന്ന് സംസാരിക്കുമ്പോഴും അവർ പറയുന്നത് അവർ ഒന്നും സംസാരിക്കാൻ തയ്യാറല്ല. ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് മൂലം വലഞ്ഞ യാത്രക്കാർക്ക് യാത്ര പുനഃക്രമീകരിക്കാനോ തുക മടക്കി നൽകാനോ ഉള്ള അവസരം ഒരുക്കുമെന്ന് എയർ ഇന്ത്യ അധികൃതർ വ്യക്തമാക്കി. അലവൻസ് അടക്കമുള്ള ആവശ്യങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് എയർ ഇന്ത്യ ജീവനക്കാർ രാജ്യവ്യാപകമായി പണിമുടക്കിയത്. പണിമുടക്ക് നിയമവിരുദ്ധമാണെന്നാണ് എയർ ഇന്ത്യയുടെ പ്രതികരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം കേരള വിഷൻ ന്യൂസ്, കൊച്ചി.